കമ്പോസ് ചെയ്യുന്ന പാട്ട് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ആ സിനിമയ്ക്ക് വേണ്ടി സിനിമയുടെ ഒപ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ പോലെ സിനിമയുടെ ഭാഗമായി സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ മാത്രം പ്ലേ ചെയ്യാനുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്ര കാശിന് ഇത് ചെയ്യുന്നത്. പാട്ട് പാടുക എന്ന് പറയുന്നത് താങ്കൾ പാടിയാലും ഇദ്ദേഹം പാടിയാലും പാട്ടത് തന്നെയാണ്. ഞാൻ ഒരിക്കലും അതിനകത്ത് ഒരു അണ്ണ് പോലും മാറ്റാൻ സമ്മതിക്കില്ല, എൻ്റെ മനസ്സ് സമ്മതിക്കില്ല. പാലേറും നാടായ പാലേരിയില് പാടിപ്പതിഞ്ഞൊരു പാട്ടുണ്ടല്ലോ, അതാണ് അതിൻ്റെ പാലേറും നാടായ പാലേരിയില് പാടിപ്പതിഞ്ഞൊരു പാട്ടുണ്ടല്ലോ, പാലേരി മാണിക്യം പെണ്ണൊരു ഉത്തി പാതിരാ നീന്തി കടന്ന പാട്ട്. അത് ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാല് ഈ സിനിമയിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ചെയ്ത ആ പാട്ട് സിനിമയിൽ ഇല്ല. അതൊരു പ്രൊമോഷൻ ട്രാക്കായിട്ടാണ് വന്നത്. ബാക്കി 6 പാട്ട് ആ സിനിമയിൽ ഉണ്ട്. അടുത്തൊരു കോൺട്രവേഴ്സി ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഒരു പാട്ട് ചിട്ടപ്പെടുത്തി കഴിഞ്ഞു, നമ്മളത് പ്രൊഡ്യൂസറുടെ അടുത്ത് പേയ്മെൻറ്റ് വാങ്ങിക്കുന്നു, പിന്നെയും നമുക്ക് ആ ഒരു പാട്ടിനുള്ള റൈറ്റ്സ് ശരിക്കും ഒരു മ്യൂസീഷ്യൻ ഉണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. കാരണം ഈ സൃഷ്ടി എന്ന് പറയുന്നത് കേവലം ഒരു മെക്കാനിസം അല്ല. അത് സൃഷ്ടിയുടെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ മാറിയും തെളിഞ്ഞിരിക്കാം. അത്ര കാഷ്വലി മൂളുന്ന പാട്ടുകൾ. പക്ഷേ അത് ഉണ്ടാക്കുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഇഫ് ഐ എം എ കമ്പോസർ, ഞാൻ കമ്പോസ് ചെയ്യുന്ന പാട്ട് എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് വേണ്ടി സിനിമയുടെ ഒപ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ പോലെ സിനിമയുടെ ഭാഗമായി സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ മാത്രം പ്ലേ ചെയ്യാനുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്ര കാശിന് ഇത് ചെയ്യുന്നത്. ലൈക്ക് എനി അതർ ജോബ് ഇൻ ദ മൂവി. മനസ്സിലായോ? ഇനി ഇതല്ലാതെ ഈ പാട്ട് വേറെ എവിടെ പ്ലേ ചെയ്താലും ഇറ്റ് ഈസ് മൈ ഇത് വിച്ച് ഈസ് യു ആർ ഡൂയിങ് ഫോർ അനദർ പർപ്പസ് ഫോർ മേക്കിംഗ് മണി, അല്ലേ? മറ്റൊരു പർപ്പസിന് ഉപയോഗിച്ചിട്ട് കാശുണ്ടാക്കാനാണെന്ന് ഓർക്കണം. ശരിയാണ്. അത് എൻ്റെ സൃഷ്ടി ഉപയോഗിച്ച് മറ്റൊരു വേദിയിൽ എടുത്ത് ഉപയോഗിക്കുകയാണ്. സോ അതിൻ്റെ ഒരു ചെറിയ ഷെയർ റെമ്യൂണറേഷൻ നിങ്ങൾ അല്ലെ മറ്റാരെങ്കിലും അത് ഉപയോഗിക്കുന്നതിൻ്റെ അതിൻ്റെ ഷെയർ നമ്മൾക്ക് കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഇത്. അല്ലാതെ അതാണ് ക്രിയേറ്റീവ് റൈറ്റ് എന്ന് പറയും. ക്രിയേറ്റീവ് റൈറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ഉണ്ട്. അതതിൻ്റെ സൃഷ്ടിയുടെ ഒരു ഇതാണ്. സൃഷ്ടി എന്ന് പറയുന്നത് നമ്മൾ കേവലം റെൻഡിഷൻ എന്ന് പറയുന്നത് എന്താ, സൃഷ്ടിച്ചതിന് ശേഷം പാടുന്നതാണ്. അത് എഴുത്തായാലും സംഗീതമായാലും പുതിയതും സൃഷ്ടിക്കുകയാണ്. ബട്ട് പാട്ട് പാടുക എന്ന് പറയുന്നത് താങ്കൾ പാടിയാലും ഇദ്ദേഹം പാടിയാലും പാട്ടത് തന്നെയാണ്. കഴിവ് സ്കില്ല് വെച്ച് ചിലപ്പോൾ മാറിയേക്കാം, ബട്ട് പാട്ട് ഇസ് ദ സെയിം. ബട്ട് ഞാനല്ല മ്യൂസിക് ചെയ്ത് മറ്റൊരാളാണെങ്കിൽ പാട്ട് വിൽ നോട്ട് ബി ദ സെയിം. അത് മറ്റൊരു പാട്ടായി മാറുമല്ലോ, ട്യൂൺ വേറെയാവും. അപ്പം സൃഷ്ടി എന്ന് പറയുന്നത് അതിന് ഒരു ലോഞ്ചിവിറ്റി, അതിൻ്റെ റേറ്റ് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. പക്ഷേ റേറ്റ് പണ്ടൊക്കെ ഞാൻ വയലിൻ വായിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറയും, ഇത് വിജയ് വായിച്ചതിനല്ല വന്നതിനാണെന്ന് പറയും. വായിച്ചതിന് നമുക്ക് കാശ് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതൊരു മറ്റൊരു ഇതാണ്. വന്നതിനാണ് കാശ്, വായിച്ചതിന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിനല്ല ഇത് ചെയ്യുന്നത്. ദ ജോബ് ഫോർ കമ്പോസിങ് ഫോർ എ മൂവി, അതിനാണ് കാശും മേടിച്ചിട്ടുള്ളത്, നോട്ട് ഫോർ എനിത്തിങ് എൽസ്. അപ്പം അതുപോലെ തന്നെ ഈ പാട്ടുകളൊക്കെ അവർ കവർ വേർഷൻ ചെയ്യാവുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തി കവർ വേർഷൻ ചെയ്യുമ്പോൾ ആസ് എ മ്യൂസീഷ്യൻ എന്താണ് തോന്നുന്നത്? സന്തോഷമാണ് തോന്നുക, അത് മാറ്റങ്ങൾ വരുത്തുമ്പോൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് തോന്നുന്നത്? അതിപ്പോൾ എനിക്കങ്ങനെ കൃത്യമായൊരു ടേക്ക് അതിൽ എൻ്റെ പാട്ടുകളെ കുറിച്ചില്ല. കാരണം നമ്മളൊരു കവർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളെ പാട്ട് എന്തോ രീതിയിൽ അവരെ സ്പർശിച്ചിരിക്കുന്നു. ദേ വോണ്ട് ടു റീക്രിയേറ്റ് ഇറ്റ് ഓർ ദേ വോണ്ട് ടു റീമിക്സ് ഇറ്റ്, അല്ലേ? അതുകൊണ്ട് അവർക്ക് ഈ പാട്ടെടുത്ത് ചെയ്യാം, ബിക്കോസ് ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ട്രാക്ക് എന്നുള്ളത് തോന്നിയിട്ടാണല്ലോ. അപ്പോൾ എനിക്ക് പേഴ്സണലി ആ തോട്ടിൽ എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. ബട്ട് മറ്റൊരു പാട്ട്
മേ ബി ഞാൻ കേട്ട് ആസ്വദിച്ച ആ ഒരു ക്രിയേറ്ററിൻ്റെ ഒരു എസ്തെറ്റിക്സിനെ കുറിച്ച് ഞാൻ പണ്ട് തൊട്ടേ ഞാൻ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. അയാൾ എങ്ങനെയായിരിക്കും അത് ചിന്തിച്ചിട്ടുണ്ടാവും, ഈ ട്യൂൺ ചെയ്യുമ്പോൾ അയാൾ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. വരി കാണുമ്പോൾ ശ്യാമസുന്ദര പുഷ്പമേ എൻ്റെ പ്രേമ സംഗീതമാണു നീ, ധ്യാനലീനമിരിപ്പു ഞാൻ, ധ്യാനലീനമിരിപ്പു ഞാൻ, ഗാനമെന്നെ മറക്കുമോ, എൻ്റെ ഗാനമെന്നിൽ മരിക്കുമോ എന്നുള്ള ട്യൂൺ ഞാൻ ഒരിക്കലും അതിനകത്ത് ഒരു അണ്ണ് പോലും മാറ്റാൻ സമ്മതിക്കില്ല. എൻ്റെ മനസ്സ് സമ്മതിക്കില്ല, എനിക്കത് സഹിക്കാനും പറ്റില്ല. ബിക്കോസ് അത് ഇറ്റ് ഇസ് ലൈക്ക് ഒരു കോൺസെപ്ച്വലി ചെയ്തിട്ടുള്ള പാട്ടാണ്. അതിനകത്ത് ധ്യാനലീനമിരിപ്പു ഞാൻ, ഓർ മറ്റൊരു മ്യൂസീഷ്യന് ഈ ധ്യാനലീനമിരിപ്പു ഞാൻ എന്നുള്ളത് മറ്റൊരു രീതിയിൽ കമ്പോസ് ചെയ്യാം, ലെറ്റ് ദം. പക്ഷെ ഒരാള് ധ്യാനലീനമിരിപ്പു ഞാൻ പറയുമ്പോഴത്തേക്കും ധ്യാനലീനമി ഇങ്ങനെ പാടിയാൽ ശരിയല്ല, ആ ധ്യാനം ഇല്ല അവിടെ, അതാണ് പ്രശ്നം. സോ യു ക്യാൻ കമ്പോസ് ഇൻഡിപെൻഡൻ്റ്ലി, മറ്റൊരു വേർഷൻ ഉണ്ടാക്കാം അവര്, ബട്ട് ഉള്ള വേർഷനിൽ കയറി ഇത് ചെയ്യരുതെന്നുള്ള ഒരു അഭിപ്രായം എനിക്ക് പേഴ്സണലി ഉണ്ട്. വെദർ അതൊരു ശരിയാണോ, ഡെമോക്രാറ്റിക് ആണോ എന്നൊക്കെയുള്ള വേറെ ചോദ്യം. ഓക്കെ. ഈ പാട്ടുകളുടെ ആ യൂട്യൂബ് വീഡിയോ ഒക്കെ പോയി കണ്ട് കമൻസ് ഒക്കെ വായിക്കുന്നൊരു ശീലമുണ്ടോ? കുറവാണ്. അങ്ങനെ അതിൽ ചെയ്യാറില്ല? ഇല്ല. ഓക്കെ. വീണ്ടും നമുക്ക് പാട്ടുകളിലേക്ക് വരാം. ഇനി പാലേരി മാണിക്യത്തിലേക്കാണ് വരുന്നത്. ഒരു പാട്ട് പാടിയിട്ട് കൂടെയുണ്ട്. അതൊരു വല്ലാത്തൊരു പാട്ടാണ്, എന്തോ ഒരു മാസ്മരികതയുള്ളൊരു പാട്ട് കൂടെയാണ്. ആ പാട്ടിനെ കുറിച്ചും ആ പാടാനുണ്ടായ സിറ്റുവേഷനെ കുറിച്ചും. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കരിയറിൽ ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ച് സമയമെടുത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തൊരു പടമാണ് പാലേരി മാണിക്യം. 4 ദിവസം മറ്റേ എടുത്തിട്ടുള്ളൂ, പെട്ടെന്ന് റിലീസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ അങ്ങനെ. ബട്ട് ഐ റിയലി എൻജോയ്ഡ് ദറ്റ് മൂവി വർക്കിംഗ്. അതിൻ്റെ ഒരു സിനിമയുടെ തീമും അതിൻ്റെ ഒരു ഡാർക്കർ സൈഡും അങ്ങനെയൊക്കെ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീ രഞ്ജിത്ത്, അതിൻ്റെ സംവിധായകൻ, പറയുന്നത് TP രാജീവൻ എന്ന് പറയുന്ന റൈറ്ററിൻ്റെ പുസ്തകമാണത്. അതിൽ അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുള്ള കുറച്ച് വരികളുണ്ട്, പാലേറും നാടായ പാലേരിയിൽ. അത് ശരിക്കും പഴയ ഇതില്ലേ, നമ്മുടെ പാണൻ പാട്ടിൻ്റെ നമ്മൾ സിനിമയിലൊക്കെ പുത്തൂരമ്പി, അപ്പം അതുപോലെ ഇതാണ് ട്യൂൺ. പാലേറും നാടായ പാലേരിയിൽ പാടിപ്പതിഞ്ഞൊരു പാട്ടുണ്ടല്ലോ, അതാണ് അതിൻ്റെ വൃത്തം. അപ്പം ഇതൊന്ന് ചെയ്യാമോ എന്ന് അദ്ദേഹം ചോദിച്ചു. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഇടയ്ക്ക് 2 വരിയൊക്കെ വെച്ച് കൊടുത്താലൊരു ഫീൽ ഉണ്ടാവും. അങ്ങനെ ചെയ്തു. അപ്പോൾ ഈ പാണൻ പാട്ടിൻ്റെ ഒരു രീതിയിൽ വേണ്ട എന്ന് വെച്ചു ഞാൻ. അത് ബ്രേക്ക് ചെയ്തിട്ടാണ് ഞാൻ വേറെ ഒരു കുറച്ചും കൂടി തിയേറ്ററിക്കലായിട്ടുള്ളൊരു ആ ട്രാജഡിയെ നമ്മൾ ഈണത്തിൽ കൊണ്ടുവരിക. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നോട്ടുകളിലേക്ക് പാലേറും നാടായ പാലേരിയിൽ, അങ്ങനെ വെച്ചിട്ട് പെയിനും ആ ഫോക്ക് റെൻഡിഷൻ്റെ ഒക്കെ ഒരു ചെറിയ എലമെന്റ് ട്രൈ ചെയ്തുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു വെച്ച് അന്ന് തന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വേറെ സ്റ്റുഡിയോ പോയി റെക്കോർഡ് ചെയ്തു. അങ്ങനെ ചെയ്ത് സിനിമയിൽ. അപ്പോൾ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് ടൈറ്റിൽ സോങ് ആയിട്ട് ഇത് വയ്ക്കാം, ഒരു പിക്ടോറിയൽ ഇതുപോലെ നമുക്ക് ടൈറ്റിൽ പോകാം, അപ്പോൾ ഈ പാട്ട് ഇടാമെന്നാണ്. അപ്പം അങ്ങനെ ചെയ്തതാണ്. 2 വരി ആ പാട്ട്. പാലേറും നാടായ പാലേരിയില് പാടിപ്പതിഞ്ഞൊരു പാട്ടുണ്ടല്ലോ, പാലേരി മാണിക്യം പെണ്ണൊരു ഉത്തി പാതിരാ നീന്തി കടന്ന പാട്ട്. വിക്രമാദിത്യൻ എന്ന മൂവി എന്നാലൊരു വല്ലാത്തൊരു മൂവിയാണ്. ആ ഒരു സിറ്റുവേഷൻ പാട്ടുകളൊക്കെ ഉള്ളൊരു മൂവിയാണ്. ആ പാട്ടൊക്കെ ഇപ്പോഴും നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്. ആ ഒരു മൂവിയിൽ പാട്ടുകളെ കുറിച്ചൊന്ന് പറയാം.
അത് വളരെ ഒരു വൈരുദ്ധ്യം ഉള്ള ഒരു സിനിമ. കാരണം വെച്ചാൽ അത് വിക്രമാദിത്യൻ എന്ന് പറയുന്ന സിനിമ കമ്പോസ് ചെയ്യുന്ന സമയത്ത് എന്നെ വിളിച്ചു, ശ്രീലാൽ ജോസ് വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഒരു പാട്ടേ ഉള്ളൂ സിനിമയിൽ, അത് നമുക്ക് ബാക്കിയൊക്കെ ചെറിയ ചെറിയ ശകലങ്ങൾ ഈ കൊച്ചി ഭാഗത്ത് നമ്മൾ ഹാർബറിൻ്റെ അവിടെയൊക്കെ 2 വരി പാട്ടൊക്കെ പഴയ മെഹബൂബിൻ്റെ പാട്ട് പോലെയുള്ള കുറച്ച് പാട്ടുകൾ ഇങ്ങനെ കേൾക്കണം, അത്രേ ഉള്ളൂ. അത് നമുക്ക് പിന്നെ ഉണ്ടാക്കാം. പക്ഷെ മെയിൻലി ഒരു പാട്ടാണ് ഉണ്ടാക്കുന്നത്. ശരത്തേട്ടനാണ് എഴുതുന്നത്, വയലാർ ചന്ദ്രവർമ്മ. ശരത്തിനെ വിളിക്കാം, ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ചെറിയൊരു റിസോർട്ടൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കമ്പോസ് ചെയ്യായിരുന്നു. ശരത്തേട്ടൻ നല്ല പാട്ട് എഴുതുന്നു, മനസ്സിൻ തിങ്കളെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ എഴുതി, ഒരു ഗസൽ പോലെ ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമ ചർച്ചകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ചകൾ പോയി സിനിമ സിറ്റുവേഷൻസും വരുന്നു. എടാ നമുക്കൊരു പ്രണയഗാനം ഇടുന്നു. പിന്നെ സിറ്റുവേഷൻ തരുന്നു, എടാ ഒരു ലവ് സോങ് കൂടി വേണം. ഓക്കെ, ലവ് സോങ് വരുന്നു. പിന്നെ വരുന്നു നമുക്ക് ടൈറ്റിൽ ഒരു അച്ഛൻ്റെയും ദുൽഖർ അഭിനയിക്കുന്ന ഒരു അതിൻ്റെ ബാല്യം. അച്ഛൻ കള്ളനാണ്, ആ കള്ളൻ പക്ഷെ മോനോടുള്ള സ്നേഹവും അവൻ്റെ ഓർമ്മകളും, അതിനൊരു പാട്ട് വേണം. ഉടനെ അത് ചെയ്യുന്നു. പിന്നെ ഒരു നാടൻ പാട്ട് പോലത്തെ ഒരു ശീലമാണ് ഇത്, പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അച്ഛനും അമ്മയും കൂടിയുള്ള ലൈഫും അങ്ങനത്തെ ഒരു പരിപാടി, അത് വേണം. പിന്നെ നമുക്ക് കൊച്ചിയിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹിന്ദി ഒരു സൂഫി ഒരു ഗായകൻ ഇങ്ങനെ പാടുന്ന ഒരു പാട്ട് വേണം. അവിടെയാണ് ദുൽഖർ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്ത് മൊത്തത്തിൽ 7 പാട്ട് ആ സിനിമയിൽ. അത് ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ ഈ സിനിമയിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ചെയ്ത ആ പാട്ട് സിനിമയിൽ ഇല്ല. അതൊരു പ്രൊമോഷൻ ട്രാക്കായിട്ടാണ് വന്നത്. ബാക്കി 6 പാട്ട് ആ സിനിമയിൽ ഉണ്ട്, ഇൻക്ലൂഡിങ് ഹിന്ദി, ആ ഒരു പഞ്ചാബി ഹിന്ദി മിക്സ് ഒരു പാട്ടുണ്ട്. അങ്ങനെ അത് സംഭവിച്ചത്. വേറൊരു ഇതും കൂടി ഉണ്ട് അതിൽ. ഈ ഹിന്ദി പാട്ടെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ലാലേട്ടൻ അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു എന്നോട് ചെയ്യാൻ പറയുമ്പോൾ. കാരണം അത് വിത്ത് ഒരു കോക്ക് സ്റ്റുഡിയോയിലുള്ള ട്രാക്ക് വെച്ചിട്ട് ആ പാട്ടിന് ലിപ്പ് വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ലാലേട്ടനോട് ഞാൻ പറഞ്ഞത്, ലാലേട്ടൻ ഇതങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല, ദിസ് ഹാസ് റൈറ്റ്സ്, ഒരു റൈറ്റ്സ് ക്ലെയിം വരും, നമ്മൾ ഇതങ്ങനെ സിനിമയിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, ലക്ഷക്കണക്കിന് രൂപയും ചോദിക്കുന്നത്. അപ്പോഴാണ് ലാലേട്ടൻ അതിനെക്കുറിച്ച് കൺസേൺഡ് ആയത്. അപ്പോൾ എന്ത് ചെയ്യും, ഒരു കാര്യം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞില്ലേ, നമുക്ക് ഒരു ഇന്ത്യയിൽ ലിറിക്സ് ഒരു അദ്ദേഹം KJ സിംഗ് എന്ന് പറഞ്ഞു, പുള്ളി പഞ്ചാബിയാണ്, പക്ഷെ ഇവിടെ പുള്ളി ലിറിക്സ് ഒക്കെ എഴുതുന്നതാണ്. ഹിന്ദി, നമ്മുടെ മലയാള സിനിമയിലെ പല സിനിമകളിലും ഹിന്ദി ലിറിക്സ് എഴുതുന്നതാണ്. അദ്ദേഹത്തെ വിളിച്ച് ഞാൻ ലിപ്പ് നോക്കിയിട്ട് അതേ ചേരുന്ന വാക്കുകൾ എഴുതാൻ പറഞ്ഞു. അങ്ങനെ ലിപ്പിന് ഇപ്പോൾ സിങ്ക് എന്ന വാക്കുകൾ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ എഴുതിയ പാട്ടാണ് ബനാഹർ ദിൽ കി പുക്കാർ തു. ഷൂട്ട് കഴിഞ്ഞിട്ട് ആ ലിപ്പ് നോക്കി അതിന് പകരമുള്ള മറ്റൊരു വാക്ക്, അങ്ങനെ വാക്കുകൾ കോയിൻ ചെയ്തെടുത്ത ഒരു പാട്ടാണ് ശരിക്കും പറഞ്ഞത്. എല്ലാ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഒരു പാട്ട് വരുന്നത്. അതിൽ തന്നെ പുഷ്പലത പാടിയിട്ടുള്ള പുഷ്പവതി പാടിയിട്ടുള്ള പാട്ട്. ആ പാട്ട് എങ്ങനെയാണ് അതിനെ കമ്പോസ് ചെയ്യുന്നത്? അത് ഈ പറഞ്ഞ പോലെ അത് ഒരു പഴയ കാല സാഹചര്യത്തിലുള്ള ഒരു കുറച്ച് കോമഡി കലരുന്ന ഒരു ഫാമിലി അന്തരീക്ഷത്തിലെ ഒരു പാട്ടാണ്. ഈ കള്ളൻ പലപ്പോഴും ഇവരുമായിട്ട് പലപ്പോഴും ഉണ്ടാവാറില്ല, പക്ഷെ ഉണ്ടാകുമ്പോഴൊക്കെ ഓരോ കൊച്ചിനെയും കൊടുത്തിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു കോമഡി പോലെ ഒരു നറേറ്റ് ചെയ്യുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു തന്തിനെന്താരോ അങ്ങനെ ഒരു ഇതാണ് ചെയ്തത്. അത് എഴുതിയത് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരനാണ്. അദ്ദേഹം ഈ ഫോക്ക് സോങ്സ് ഭംഗിയായിട്ട് അല്ലാതെയും എഴുതും, ഫോക്ക് സോങ്സും ഭംഗിയായിട്ട് എഴുതുന്നൊരു ആളാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹമാണ് അത് എഴുതിയത്. 7 പാട്ടുകൾ 7 പാട്ടെഴുത്തുകാരാണ് അതിൽ എഴുതിയത് എന്നുള്ളതാണ് പ്രത്യേകത. 7 പാട്ടെഴുത്തുകാരാണ് അതിൽ വർക്ക് ചെയ്യുന്നത്, കവികൾ അല്ലെങ്കിൽ ലിറിക് റൈറ്റേഴ്സ്. എനിക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, ഒരു അണ്ടർ റേറ്റഡ് സോങ് എന്ന് പറയാവുന്ന ഒരു പാട്ടാണ് റാണി പത്മിനിയിലെ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ അതൊക്കെ ഉണ്ട്. ശരി, ഒരു മകരനിലാവ്. അതെ, അത് വല്ലാതെ നമുക്ക് നല്ല സന്തോഷമായിരുന്നു കേൾക്കും, വല്ലാത്തൊരു ഫീലാണ് ആ ഒരു പാട്ടിന്റെ ഓർമ്മ. അതും ഈ പറഞ്ഞ പോലെ ഈ അൺകോംപ്രമൈസിംഗ്ലി
അൺകണ്ടീഷണലി ചെയ്യേണ്ട ഒരു പാട്ടാണ് എന്ന് തന്നെയാണ് ആഷിഖ് പറഞ്ഞത്. അതൊരു ആ സമയത്തൊക്കെ അവൻ്റെ ആ സമയത്തൊന്നല്ല എപ്പോഴും അങ്ങനത്തെ ഒരു കറേജ് എടുക്കുന്ന ഒരാളാണ് ആഷിഖ്. അപ്പോൾ നീഡ് നോട്ട് ബി എ ഹിറ്റ്, നമുക്ക് നല്ലത് ചെയ്യാം എന്നുള്ളൊരു പരിപാടിയാണ് എപ്പോഴും. അപ്പോൾ അത് ഹിറ്റായോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം, പക്ഷെ ആദ്യം നമുക്ക് നല്ല പാട്ടുകൾ ചെയ്യാന്നുള്ളൊരു ഇത് പലപ്പോഴും അവൻ എടുക്കാറുണ്ട്. അപ്പം അങ്ങനെ എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മ്യൂസീഷ്യനോ അല്ലെങ്കിൽ ലിറിക് റൈറ്റർക്കോ ഒരു ഇത് കിട്ടും, ഒരു പവർ കിട്ടും, ഒരു ഫ്രീഡം അല്ലേ, ഫ്രീഡം. നമുക്ക് നല്ല പാട്ട്. അപ്പോൾ അതിനകത്ത് ആ വരികൾ നോക്കിയാൽ അറിയാം, ഒരു ദ്വാദശി നിലാവ് പോലെ ഒരാളിൽ അലിഞ്ഞു ചേരണം എന്നുള്ള അങ്ങനെയൊക്കെ വരികൾ എഴുതിയിട്ടുണ്ട്. അപ്പം അത്തരം വരികൾക്ക് എഴുതാനുള്ള സ്പേസിൽ നമുക്കും കുറച്ച് ന്യൂആൻസസ് കൂടിയൊരു പാട്ടാണ്, പാടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ പാട്ട് ശരിക്കും. അപ്പം അങ്ങനെ ഒരു പാട്ടുണ്ടാക്കുക, എപ്പോഴെങ്കിലും കേട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാകുക എന്നൊക്കെ പറയുന്ന ഇതിലാണ് ഇപ്പോഴും. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകൾ ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്ക് ഈ വരികളും ഒക്കെ പാടിയിട്ടില്ലെങ്കിലും ഇതിൻ്റെ വിഷ്വലൊക്കെ ഇട്ട് കട്ട് ചെയ്തൊക്കെ ഇടാറുണ്ട് പലപ്പോഴും. ആ പാട്ട് രണ്ടുപേരും ഒരു മകര നീലാവായി തളിരില തഴുകൂ എനിക്ക് വരി എനിക്ക് ഓർമ്മ കിട്ടണേ, പിന്നെ വരി. അതുപോലെ തന്നെ എനിക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു സിനിമയും കുറേ നല്ല പാട്ടുകളുള്ള ഒരു സിനിമയാണ് സുധീ വാർത്തകൾ. നല്ലൊരു സന്തോഷം കിട്ടും ആ സിനിമ കഴിയുമ്പോഴും പാട്ട് കേൾക്കുമ്പോഴും. കുറേ സിറ്റുവേഷൻ സോങ്സ് ഒക്കെ അതിലുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മ അത് ശരിക്കും എനിക്കും വളരെ, അതിപ്പോൾ രഞ്ജിത്ത് ശങ്കറിൻ്റെ പുണ്യാളൻ അഗർബത്തീസ് മുതൽ അദ്ദേഹമായിട്ട് വർക്ക് ചെയ്ത എല്ലാ പടങ്ങളും, ഞാൻ വർക്ക് ചെയ്ത എല്ലാ പടം, ഇപ്പോൾ പുണ്യാളൻ ആണെങ്കിലും സുധീ വാത്മീകമാണെങ്കിലും രാമൻ്റെ തൊട്ടാണെങ്കിലും മ്യൂസിക്കലി വർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും സന്തോഷ് വർമ്മയാണ് അതിലൊക്കെ എല്ലാ പാട്ടുകളും എഴുതിയിട്ടുള്ളത്. അദ്ദേഹമായിട്ടുള്ള സൗഹൃദമൊക്കെ വെച്ചിട്ട് നല്ല കുറേ സമയമെടുത്ത് എൻജോയ് ചെയ്തിട്ട് എഴുതുക, നമുക്ക് ഒരു ഫുൾഫിൽമെൻ്റ് കിട്ടുന്ന അവസ്ഥയിൽ അത് വരിക എന്നൊക്കെ പറയാം. സുധീ വാത്മീകത്തിലെ പറഞ്ഞ പാട്ട് രാവിൻ്റെ വാത്മീകത്തിൽ കായാമ്പൂ ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗണത്തിൽപ്പെടുന്ന, ആരും പലപ്പോഴും കേട്ടിട്ടില്ല. അപ്പോൾ ആകെ കുറച്ചെങ്കിലും കേട്ടിട്ടുള്ള എൻ്റെ ജനൽ അരികിൽ എന്നുള്ള ജയന്തം പാടിയ പാട്ടാണ്. ഈ രാവിൻ്റെ വാത്മീകത്തിലും അധികം പേര് കേട്ടില്ല, പക്ഷെ എനിക്ക് ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു പാട്ടാണ്. ഡിവൈൻ. അത് മാത്രമല്ല, അത് എന്തിനാണ് ഇത്രയും നേരം നിങ്ങൾ മൂടിയിരുന്നത്, ഇതിനു വേണ്ടിയല്ലേ, ഈ ഒരു വിരിയാൻ വേണ്ടിയല്ലേ എന്ന് പറയുന്ന എല്ലാ. രാവിൻ്റെ വാത്മീകം എന്ന് പറഞ്ഞ ചിതലാണ്, അറിയാലോ. രാവിൻ്റെ വാത്മീകത്തിൽ തപസിരിക്കുവതെന്തിനോ, 1000 ജ്വാലയായി ഉദിച്ചു വരാനോ, ഭൂമി കറങ്ങി വരുന്നു, കാലം തിരിച്ചു വരുന്നു, തുയിലുണര് കതിരോൻ തുയിലുണര് ആണ്. പൊയ്കയിൽ പൊൻതാമര ധ്യാനമാറുന്നതെന്തിനോ, 1000 ഇതളുകളോടണിഞ്ഞൊരുങ്ങാനോ. നല്ല രസമുള്ള വരികളാണ്, ആരെയും ഇൻസ്പയർ ചെയ്യുന്ന വരിയായിട്ട് തോന്നിയത് മലയാക്ക് വരികൾ അറിഞ്ഞാൽ. അതുപോലെ ഇതും എൻ്റെ ജനൽ അരികിൽ വളരെ ഒരു സാധാരണക്കാരൻ്റെ പ്രേമം ആണ്. ചെനക്കത്തൂര് പൂരത്തിന് ചാന്തുമാല പിവള അവൾ വരുമ്പോൾ അണിയിക്കാൻ വാങ്ങി വെച്ചു ഞാൻ. അത്രയൊക്കെ ഉള്ള അയാളുടെ പ്രണയം, സാധാരണ ഒരു പാലക്കാട്ടുകാരന്റെ പ്രണയം. മീനവയിൽ നെയ്തു തന്ന തങ്കക്കസവാടയ അല്ലെ. പിന്നെ എനിക്ക് ഉറപ്പായിട്ടും ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഈ കായാമ്പൂ. അത് ഒരു പോസിറ്റീവ് എനർജിയാണ്. അത് പിന്നെ റയർലി ഞാൻ ഇപ്പൊ ഈ ആഭോഗി എന്നുള്ള രാഗത്തിലാണ് അത് ചെയ്തത്. ആഭോഗിയിൽ അങ്ങനെ ഞാൻ പാട്ടുകൾ ഒരുപക്ഷെ സിനിമയിൽ തന്നെ വളരെ റയർലി രാഗത്തിൽ പാട്ടുകൾ കേൾക്കാറുള്ളൂ. അപ്പൊ അതില് എന്നാൽ ആ രാഗമാണെന്ന് പെട്ടെന്ന് തോന്നരുത്, അല്ലെങ്കിൽ അങ്ങനെ ഇത് ആഭോഗിയാണല്ലോ എന്ന് പറയുന്ന രീതിയിൽ വരാതെ ആ വരികൾക്ക് ഒരേ ട്യൂൺ തന്നെ ഒരു കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. അപ്പൊ അത് അതിനകത്തൊരു ശ്ലോകം പോലെ, ഒരു കീർത്തനം പോലെ രണ്ടുപേരും, അത് സന്തോഷം എഴുതിയാണ്. ദേവകി നന്ദമാനന്ദ മാധവം തുടക്കത്തില് മുനി വിനുത ഗോപിക വൃന്ദ നായകം തംഭജെ എന്ന് പറഞ്ഞിട്ടൊരു വരിയും കൂടി അദ്ദേഹം തന്നെ എഴുതി ചേർത്താണ്.
അത് ഈ പറഞ്ഞ പോലെ നല്ലൊരു അനുഭവമായിരുന്നു. ഇടുക്കിക്കാർക്ക് സ്വന്തമായിട്ടൊരു പാട്ട് കൊടുത്ത ഒരാൾ കൂടെയാണ് അല്ലെ മഹേഷിന്റെ പ്രതികാരത്തിലൂടെ ആ ഇടുക്കി പാട്ട്. ശരിക്കും നമുക്ക് വെറുതെ ഇരുന്ന് കേട്ട് കഴിഞ്ഞാലും നമുക്ക് ആ ഇടുക്കി പോയി വന്നൊരു ഫീല് കിട്ടും അല്ലേ? എങ്ങനെയാണ് ആ ഒരു പാട്ടിന്റെ കഥ? അത് ഇപ്പോൾ ദിലീഷിൻ്റെ ആദ്യത്തെ മൂവിയാണ്. പക്ഷെ ദിലീഷിനെ നേരത്തെ അറിയാം, ആഷിഖിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തും ഒക്കെ ആയിട്ട് നല്ല അടുപ്പമുള്ള. അപ്പോൾ ഇങ്ങനൊരു പടം വരുന്നു എന്ന് അറിയുമ്പോൾ ആദ്യം നമ്മൾ കമ്പോസർ റഫീഖേട്ടനെ വിളിക്കുന്നു. ഞങ്ങളിരുന്ന് സംസാരിച്ചപ്പോൾ നമുക്ക് ഇത് എഴുതാം. ഞാൻ പറഞ്ഞു അത് പരസ്പരം ആദ്യം ഒരു മടി ഞങ്ങളങ്ങോട്ടും പ്രകടിപ്പിക്കും. ആദ്യം എഴുതിക്കോളാൻ പറയും. അപ്പോൾ റഫീഖേട്ടൻ പറയും അല്ല ആദ്യം ഈണം ഇടുന്ന് പറയും. അപ്പം മടിയാണ് ബേസിക്. മടി മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ഒരു സ്ഫുരണം കിട്ടുമല്ലോ എഴുതി കിട്ടുകയാണെങ്കിൽ, ഇത് കൊള്ളാം എന്ന് പറയും. അങ്ങനെ പുള്ളി നിർബന്ധിച്ച് എഴുതിക്കുകയാണ് ചെയ്തത്. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി എന്ന് എഴുതി, ഇവളാണ് മിടുമിടുക്കി. അപ്പോൾ ഇടുക്കി മിടുമിടുക്കി എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് തോന്നി. ഇടുക്കിയെക്കുറിച്ച് അങ്ങനെ നമ്മൾ ആലോചിക്കില്ല. ഒരു മ്യൂസിക്കലായിട്ടുള്ളൊരു വാക്കായിട്ട് ഇടുക്കിയെ ആദ്യമായിട്ട് എനിക്ക് തോന്നിയത് അപ്പോഴാണ്. ഈ മിടുക്കി എന്ന് വന്നപ്പോഴാണ് ഇടുക്കി എന്നുള്ള തോന്നിയത്. പിന്നെ അത് എഴുതി ഇവിടുത്തെ കാറ്റാണ് കാറ്റ്, എല്ലാരും അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ, മലമൂടും. അത് അടുത്ത ഇവിടുത്തെ കാറ്റാണ് കാറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കൊളോക്കിയലി പറയുന്നത് ഇവിടുത്തെ കാറ്റാടാ കാറ്റ് എന്ന് പറയുന്ന ആ ഭാഷയാണ്. പക്ഷെ അടുത്ത വരിയാകുമ്പോഴേ അത് ഇത് ഞാൻ ഉദ്ദേശിച്ച കവിത തന്നെയാണെന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. മലമൂടും മഞ്ഞാണ് മഞ്ഞ്, കതിർ കനമേറും മണ്ണാണ് മണ്ണ് എന്ന് പറയുന്ന കവിതയിലേക്ക് പെട്ടെന്ന് പുള്ളി അങ്ങ് എടുത്തു ചാടും. അപ്പോൾ അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുള്ള പാട്ടാണത്. അത് എല്ലാ പാട്ടും എനിക്ക് പേഴ്സണലി തെളിവയിലഴകും എന്നുള്ള പാട്ട്. അതും ഈ പറഞ്ഞ പോലെ കുറേ റീൽസ് വരും അതിൻ്റെ അനുഭവം. ആദ്യാനുരാഗത്തിൻ മണികൾ അടിമുടി നനയും ഈ മണ്ണിലുള്ളികൾ. അതുപോലെ ചെറുപുഞ്ചിരി ഇന്നലെ, അതെനിക്ക് അൺഎക്സ്പെക്റ്റഡ്ലി കിട്ടിയൊരു ജെമ്മാണ് ശരിക്കും. അതൊരു സാഡ് സോങ് ആണ് സിറ്റുവേഷനലി. പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. പല പ്രോഗ്രാംസിൽ റിക്വസ്റ്റായിട്ട് യങ്സ്റ്റേഴ്സ് കുട്ടികൾ ചോദിക്കാറുണ്ടത്. അപ്പം ആദ്യകാലങ്ങളിൽ സത്യം പറഞ്ഞാൽ അത് ഞാൻ പാടി ചെയ്തത് വിട്ടു, അതെൻ്റെ തലയിൽ ഇരുന്ന പാട്ടല്ല. പക്ഷെ പിന്നീട് ഇതിങ്ങനെ ചോദിച്ചും ഇതൊക്കെ വരുമ്പോൾ ഞാൻ പിന്നെ അത് വീണ്ടും കേട്ടത് കുറച്ച് പഠിച്ചു വയ്ക്കുകയൊക്കെ ചെയ്യും. ഒരു വരി ഇങ്ങനെ പാടാന്നുള്ള മട്ടില്. എനിക്ക് ഇനിയും കുറേ പാട്ടുകളെ കുറിച്ച് ചോദിക്കാനുണ്ട്, പക്ഷേ സമയപരിമിതി ഉള്ളത് കാരണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുറേ പാട്ടുകൾ കേൾക്കാൻ പറ്റി, പാട്ടിൻ്റെ വിശേഷങ്ങൾ കേൾക്കാൻ പറ്റി. ഇനിയും ഇതുപോലൊരു അവസരം ഉണ്ടാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. ഒരുപാട് സന്തോഷം. വീണ്ടും കാണാം. സന്തോഷം. ഗസ്റ്റ് റൂം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റ് അതിഥികളും വിശേഷങ്ങളുമായി ഒന്നിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം.